ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചക്കക്കുരുവും ഉണക്കച്ചെമ്മീനും കൊണ്ടുള്ള തോരനാണ്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വളരെയധികം രുചികരമായ ഈ ചക്കക്കുരു ഉണക്കച്ചെമ്മീൻ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. തോരനിൽ ചേർക്കാനായിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാലും തലയും എല്ലാം കളഞ്ഞ് ക്ലീനാക്കി വേണം എടുക്കാനായിട്ട്. ആദ്യമായിട്ട് ഉണക്കച്ചെമ്മീനെ ഒരു പാനിലോ ചീനച്ചട്ടിയിലോ ഇട്ടൊന്ന് വറുത്തെടുക്കണം. ചെമ്മീൻ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ചൂടാറിയിട്ട് ചെമ്മീൻ്റെ വാലും തലയും എല്ലാം കളഞ്ഞ ശേഷം നല്ലവണ്ണം കഴുകി ക്ലീനാക്കി എടുക്കണേ. ഇതിൽ നല്ലവണ്ണം പൊടിമണ്ണും അഴുക്കുമെല്ലാം കാണും. അതുകൊണ്ട് 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കണം. ചക്കക്കുരു എല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കഴുകി ക്ലീനാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി ക്ലീനാക്കി എടുത്തിരിക്കുന്ന ഉണക്കക്കൊഞ്ചിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ചക്കക്കുരുവും ഉണക്കച്ചെമ്മീനും വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തവിയുണ്ട ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ചക്കക്കുരുവൊക്കെ ഒന്ന് വെന്ത് വരുന്നിടം വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. അപ്പോഴൊന്നും കൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളേ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് തേങ്ങ അധികം അരഞ്ഞു പോകാത്ത രീതിയിൽ മിക്സി ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഈ സമയം കൊണ്ട് ചക്കക്കുരു വെന്ത് വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ചക്കക്കുരു ഒത്തിരി ഉടഞ്ഞു പോകരുത്. ഇതുപോലെ കഷ്ണങ്ങളായി കിടക്കുകയും ചെയ്യണം. എന്നാൽ വേകുകയും വേണം. ഇതിലേക്ക് ഇനി മിക്സിയിൽ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടി എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ചക്കക്കുരുവും ഉണക്കച്ചെമ്മീനും കൊണ്ടുള്ള ഈ തോരൻ. അഥവാ ഇനി ആരെങ്കിലും വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് തോരൻ വെച്ച് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി താളിച്ചത് തോരൻ്റെ എല്ലായിടത്തും എത്തുന്നത് പോലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇന്നത്തെ ചക്കക്കുരു ഉണക്കച്ചെമ്മീൻ തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. Thanks for watching.